നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനത്തെ താൻ എതിർത്തതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് തന്നോട് പകയുണ്ടായിരുന്നുവെന്നും ആ പകയാണ് തന്റെ അറസ്റ്റിന് പിന്നിലെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറയുകയാണ്. പ്രഥമ ദൃഷ്ട്യാ തന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള തെളിവുകൾ പോലും ഹാജരാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി 41 ദിവസത്തിന് ശേഷം തന്ത്രിക്ക് ജാമ്യം നൽകിയത്. ഇതിൽ സ്വാഭാവികമായി മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനും CPM-നുമുണ്ട്. 2 CPM നേതാക്കൾ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനെന്ന് വിശ്വാസികൾ കരുതുന്ന തന്ത്രിയെ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SIT അറസ്റ്റ് ചെയ്തത്. SIT-യും മറുപടി പറയേണ്ടി വരും. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ചാൽ പോലും തെറ്റു പറയാനാവില്ലല്ലോ. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടു. ലോകരാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്ക് അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. തീരുവകൾ റദ്ദാക്കി. താരിഫ് ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും നടപടികൾ നിയമവിരുദ്ധമെന്നും കോടതി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് ആശ്വാസം. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി പങ്കെടുത്ത ഇന്ത്യ അനുകൂല കരാറിന് തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനകം ഇറാന് മറുപടിയെന്ന് ട്രംപ്. ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയ്ക്കും നഴ്സ് PS ധന്യയ്ക്കും സസ്പെൻഷൻ. സിസ്റ്റത്തെ പഴിചാരി ഡോക്ടർമാർ. ശസ്ത്രക്രിയാ ഉപകരണം എത്ര കാലം ശരീരത്തിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബിക. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ ശസ്ത്രക്രിയ നാളെ. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജാഗ്രത പുലർത്തണമെന്ന് സർക്കുലർ. സമരം തുടർന്ന് ഡോക്ടർമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റിൽ സർക്കാരിനെതിരെ തന്ത്രി കണ്ഠരര് രാജീവര്. യുവതീ പ്രവേശനത്തെ എതിർത്തത് മുതൽ സർക്കാരിന് ശത്രുതയെന്ന് തന്ത്രി. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് VD സതീശൻ. കട്ടളപ്പാളി കേസിൽ A പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിലായതിനാൽ ജയിൽ മോചിതനാകില്ല. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീക്ക് മുൻകൂർ ജാമ്യം നൽകി സുപ്രീം കോടതി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. നിയമന നീക്കം നടന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്ന് BJP കേന്ദ്ര നേതൃത്വം. മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം ഗുണകരമാകില്ലെന്ന് വിലയിരുത്തൽ. ധാരണയായ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങും. ഇടതുമുന്നണിയുടെ ജാഥകൾ പാളിയെന്ന് CPI എക്സിക്യൂട്ടീവിൽ വിമർശനം. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി CPM CPI നേതൃയോഗങ്ങൾക്ക് തുടക്കം. ശക്തി കേന്ദ്രമായ മധ്യകേരളം ഉറപ്പിക്കാൻ UDF. SIR-ൽ അന്തിമ പട്ടിക നാളെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. കൈമാറുന്നത് 178 വീടുകൾ. താക്കോൽദാനം ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. ഇടുക്കി വാഗമണ്ണിൽ ഭൂരഹിതർക്കായി സർക്കാർ വിതരണം ചെയ്ത ഭൂമിയും കയ്യേറ്റക്കാരുടെ പിടിയിൽ. കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ച മൂൺമലയിൽ വീണ്ടും അനധികൃത നിർമ്മാണം. AI സമിറ്റ് പവലിയനിൽ ഷട്ടൂരി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച 10ഓളം പേരെ അറസ്റ്റ് ചെയ്തു. സമിറ്റിനെ പ്രകീർത്തിച്ച് ശശി തരൂർ. സമൂഹത്തിലെ സ്വാധീനത്തിൽ ഊന്നിയാകണം നിർമ്മിത ബുദ്ധിയുടെ വികാസമെന്നും ഇതിനായി ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ. അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ. T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 9 വിക്കറ്റ് ജയം. മലപ്പുറം മങ്കട സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു മഞ്ചേരി കോടതി. 3 പ്രതികളെ വെറുതെ വിട്ടു. സദാചാര പോലീസ് ചമഞ്ഞ് മങ്കട കൂട്ടിൽ നസീർ ഹുസൈനെ മർദ്ദിച്ചു കൊന്നത് 2016 ജൂണിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. വീടിന് ചുറ്റും സൂര്യശോഭ.
ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. പ്രസിഡന്റിന്റെ അമിതാധികാര പ്രയോഗത്തിനേറ്റ തിരിച്ചടിയാണ് ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതി വിധിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ വിവിധ രാജ്യങ്ങൾക്ക് പ്രതികാര നടപടിയുടെ ഭാഗമായി ചുമത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. വ്യാപകമായ രീതിയിൽ താരിഫുകൾ ഏർപ്പെടുത്തിയ ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്നാണ് കോടതി പറയുന്നത്. ഐശ്വര്യയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകുക. ഐശ്വര്യ, വലിയ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി ട്രംപിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പോലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അഖില സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് തൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ആണിക്കല്ലായി കണ്ടിരുന്ന ഈ ഒരു ആഗോള താരിഫാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അടിയന്തരാവസ്ഥകൾക്കായി 1977 എക്കണോമിക് എമർജൻസി ഇൻ്റർനാഷണൽ എക്കണോമിക് എമർജൻസി പവേഴ്സ് ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്തിൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പ്രയോഗിക്കേണ്ട ഒരു നിയമമാണ്. മറ്റൊരു കോൺഗ്രസിൻ്റെ ഒരു അനുമതിയുമില്ലാതെ ട്രംപ് തൻ്റെ അമിതാധികാരം ഉപയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപ് കീഴ്ക്കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നതാണ്. ഈ കീഴ്ക്കോടതി വിധിയെ ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 9 അംഗ ജഡ്ജിമെന്റിൽ 6 പേർ ഈ ഒരു വിധിയെ അനുകൂലിക്കുകയും 3 പേർ പ്രതികൂലിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഒരു നിയമം ട്രംപ് ഈ നിയമം അമിതാധികാര പ്രയോഗം നടത്തിക്കൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുകയും കൂടാതെ കോൺഗ്രസിൻ്റെയോ സെനറ്റിൻ്റെയോ അവരുടെ ഒന്നും അനുമതി ഇല്ലാതെയുമാണ് ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു നിയമം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവിടെ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ട്രംപ് എപ്പോൾ 2025 ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നതാണ് അമേരിക്ക ഫസ്റ്റ്, അതായത് തൻ്റെ രാജ്യം ആദ്യം എന്നൊരു നിയമം പാസ്സാക്കുമെന്നുള്ളത്. യു എസ് നേഷൻ ഫസ്റ്റ് എന്ന ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഈ ഒരു താരിഫ് അടിച്ചേൽപ്പിക്കുന്നത് ഉണ്ടായത്. നമുക്കറിയാം ഇക്കഴിഞ്ഞ നവംബറിലാണ് ഈ ഒരു കീഴ്ക്കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചത്. ട്രംപിൻ്റെ ഈ നടപടികൾ ശരിയല്ല, ട്രംപിൻ്റെ ഈ ഒരു അമിത അധികാര പ്രയോഗം ഈ ഒരു അവരുടെ രാജ്യത്തിന് തന്നെ അത്യാപത്താകും എന്നുള്ള കാര്യം ഒരു വിധി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ട്രംപ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു വിധി റദ്ദാക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഈ ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ താൻ പ്ലാൻ ബി കണ്ടെത്തും എന്നൊരു കാര്യം നവംബറിൽ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് ഈ ഒരു വിധി റദ്ദാക്കിയെങ്കിലും ഇനി എന്താകും ട്രംപിൻ്റെ ഒരു പ്ലാൻ ബി എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ ഈ ഒരു നിയമം പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അതേസമയം ഈ സെനറ്റിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതും അല്ലെങ്കിൽ അനുകൂലമായി നിൽക്കുന്നതും ട്രംപിൻ്റെ പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനൊരു പ്ലാൻ ബി ദയവായി തുടരുക. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ കൂടി ചേരുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ, ട്രംപിന് ഒരു തീരുമാനത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കുമല്ലോ ഇത്. എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇത് ബാധിക്കാൻ പോകുന്നത്? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വാഷിംഗ്ടണിൽ ഒരു റൂമർ ഉണ്ടായിരുന്നു, സുപ്രീം കോർട്ട് റിജക്ട് ചെയ്യുന്നുള്ള ടാരിഫ്സ്. അപ്പോൾ അതുകൊണ്ടാണ് പോലും ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു വാർത്തകൾ കണ്ടിച്ചിരുന്നത്. കാരണം അത് വരുന്നതിന് മുമ്പ് ഇന്ത്യയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാന്നുള്ള അറിയിപ്പിനെ പറ്റി. അതുകൊണ്ടാണ് വളരെ റഷ് ചെയ്ത് വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ പുറപ്പെടുവിച്ചത്. അപ്പോൾ അത് സാധ്യത ഉണ്ടെന്നുള്ളതൊപ്പം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ റീഫണ്ടിന്റെ ക്വസ്റ്റ്യൻ, ഇതിപ്പം എന്ത് പറ്റും, പേ ചെയ്ത റീഫണ്ടൊക്കെ എമൗണ്ട് ഒക്കെ ആർക്ക് പോകും? കാരണം അത് യഥാർത്ഥത്തിൽ പോകേണ്ടത് അമേരിക്കയിലെ ഇമ്പോർട്ടേഴ്സിന് തന്നെയാണ്. കാരണം അവരുടെ കയ്യിലാണ് നിന്നാണല്ലോ ഈ ടാരിഫ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവർ പറഞ്ഞിരിക്കുന്നത് ലോവർ കോർട്സ് ഡിസൈഡെന്നാണ്. അപ്പോൾ അതിനൊരു വഴി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ട്രംപ് ഇതുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിലും സെനറ്റിലും മെജോറിറ്റി ഉണ്ടല്ലോ. അപ്പൊ ആ മെജോറിറ്റി ഉള്ളിടത്തോളം കാലം എനിക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ്. കാരണം അദ്ദേഹം ഒരു എമർജൻസി ലോ എനാക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. നോർമലി പ്രസിഡന്റ് ഹാസ് നോ പവർ ടു ഡു ദാറ്റ്. അപ്പൊ അദ്ദേഹം ഒരു എമർജൻസി ലോ ഉണ്ടാക്കിയിട്ട് അതിന്റെ കീഴിലാണ് ഈ ടാരിഫ്സ് എല്ലാം നിശ്ചയിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും ഇന്റർനാഷണലി, റീപേയ്മെന്റും ഒക്കെ.
സോ ഒരു വളരെ മെസ്സി ആയിട്ടൊരു സിറ്റുവേഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് ട്രംപ് ഇതിനെ ഫൈറ്റ് ചെയ്യുമെന്നാണ്. കോൺഗ്രസിൽ കൂടെയോ സെനറ്റിൽ കൂടെയോ രണ്ടിടത്തും മെജോറിറ്റി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇതിനെ തകർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. ശ്രീ ടി പി ശ്രീനിവാസൻ, അതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു പ്ലാൻ ബി, ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു തിരിച്ചടി ഉണ്ടായാലും എനിക്ക് എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ ബി കൂടെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന് മെജോറിറ്റി ഉണ്ടല്ലോ. കാരണം ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ ചെയ്തതുകൊണ്ടാണ്. കോൺഗ്രസിൽ മെജോറിറ്റി ഉള്ളതുകൊണ്ട് ആ അനുവാദം പോസ്റ്റ് ഫാക്ടോ തയ്യാറാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കുമല്ലോ. ഇന്ന് മൈനർ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അങ്ങനെയാണത് നോക്കുന്നത്. കോൺഗ്രസിൽ മെജോറിറ്റി ഉള്ളിടത്തോളം അദ്ദേഹത്തിന് റിജക്ട് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മിഡ് ടേം പോൾസിൽ അദ്ദേഹത്തിന് കോൺഗ്രസിലെ മെജോറിറ്റി നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഈ അധികാരമൊക്കെ പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം കാത്തിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് വന്നതുകൊണ്ട് എങ്ങനെയാണ് എല്ലാവരും റിയാക്ട് ചെയ്യാന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഐശ്വര്യ, ഇപ്പോൾ ടി പി ശ്രീനിവാസനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്ലാൻ ബി സ്വാഭാവികമായും കാണും. ഏത് തരത്തിലാണ് ട്രംപിന് ഇതിനെ കാണുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അതെ, എങ്ങനെയാണ് ഈ ഒരു വിധി ഇനി ട്രംപ് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം കീഴ്ക്കോടതി വിധി വന്ന സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു തൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട്, ഒരു പ്ലാൻ ബി നടപ്പാക്കും. കാരണം അമേരിക്ക ഫസ്റ്റ് എന്ന ആശയമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് ഇനിയും ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ബി തയ്യാറാക്കുമെന്ന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സുപ്രീം കോടതി വിധി തനിക്ക് തിരിച്ചടിയല്ല എന്നാണ് ട്രംപ് ഈ ഒരു വിധി വന്ന ആദ്യ മണിക്കൂറുകളിൽ ട്രംപിൻ്റെ ഒരു പ്രതികരണം. ഇനി നമുക്ക് ഈ വിധി വന്ന പാടെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് $159 ബില്യൺ ബാധ്യതയാണ് ഇനി US സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ താരിഫുകൾ റദ്ദാക്കിയതോടെ ഇതിനകം അമേരിക്കൻ ഇറക്കുമതിയിൽ ഈ രാജ്യങ്ങൾ നിക്ഷേപിച്ച ഈ ഒരു പണം തിരിച്ചു നൽകേണ്ടി വരും. അതായത് ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു $159 ബില്യൺ ഈ സർക്കാരിന് തിരിച്ചടക്കേണ്ടി വരിക. അതായത് വലിയൊരു ബാധ്യത അവിടെ US ആ ഒരു ട്രംപ് സർക്കാർ നേരിടേണ്ടി വരും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു വിധി വന്നതിന് പിന്നാലെ ഉണ്ടായ വിപണിയിലെ മാറ്റവും ശ്രദ്ധേയമാണ്. അതായത് കോടതി വിധിക്ക് പിന്നാലെ നിക്ഷേപകർ വലിയൊരു ആശ്വാസത്തിലാണ് ഉള്ളത്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വാൾ സ്ട്രീറ്റിലെ ഓഹരി വിപണികളായ ഡൗ ജോൺസും S&Pയും വലിയൊരു നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. അതായത് ഈ ഒരു വിധിയെ പലതരത്തിലാണ് ഇപ്പോൾ ആളുകൾ നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം, ഈ പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. പിന്നെ ഈ ട്രംപിന് ഈ വിധി മറികടക്കാൻ കുറച്ച് എളുപ്പമാണ്. കാരണം US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് എന്നാണ് ഈ സുപ്രീം കോടതി വിധി പറയുന്നത്. അപ്പോൾ ഇനിയൊരു US കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും ഈ ഒരു അനുമതി വാങ്ങാൻ ട്രംപിന് എളുപ്പമാണ്. കാരണം മെജോറിറ്റി ഉള്ളത് ട്രംപിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് വരും മണിക്കൂറുകളിൽ എങ്ങനെയാകും ഇത് മറികടക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി ഐശ്വര്യ, ഏതായാലും പ്രസിഡന്റിന്റെ അമിതാധികാരത്തിനേറ്റൊരു തിരിച്ചടി എന്നുള്ള തരത്തിൽ ഇതിനെ ഇപ്പോൾ കാണാം. പക്ഷേ US കോൺഗ്രസിന്റെ ഒരു പിന്തുണ ട്രംപിന് കിട്ടുകയാണെങ്കിൽ ഈ നടപടികളുമായി ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയും. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി ഇന്ത്യ പങ്കെടുത്തു. ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള US ക്ഷണം പുനഃപരിശോധിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഗാസ പുനരുദ്ധാരണത്തിന് വേണ്ടി എന്ന പേരിലാണ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചിട്ടുള്ളത്. പദ്ധതിയിലേക്ക് ഇതുവരെ 9 രാജ്യങ്ങൾ $70,000 കോടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ട്രംപ് അവതരിപ്പിച്ച ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാനമായ സംഘടനയായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തൽ. ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ മേൽനോട്ടം വഹിക്കാനും ഭരണം പുനഃസ്ഥാപിക്കാനും അതിൽ ഒരു പങ്ക് വഹിക്കാനും ലക്ഷ്യമിട്ടുള്ള സംഘടനയാണിത്. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ നടന്ന യോഗത്തിൽ ഏകദേശം 50 രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇതിൽ അസർബൈജാൻ, ഈജിപ്ത്, ഹംഗറി, ഇന്തോനേഷ്യ, ഇസ്രയേൽ, ജോർദാൻ, മൊറോക്കോ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുൾപ്പെടെ 27 രാജ്യങ്ങൾ ബോർഡിന്റെ ഭാഗമാണ്. അതേസമയം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിരീക്ഷകരായി പങ്കെടുത്തു. യോഗത്തിൽ 9 അംഗങ്ങൾ ഗാസയ്ക്കുള്ള ദുരിതാശ്വാസ പാക്കേജിനായി സംയുക്തമായി $7 ബില്യൺ വാഗ്ദാനം ചെയ്യാൻ സമ്മതിച്ചതായി ട്രംപ് പറഞ്ഞു. ബോർഡ് ഓഫ് പീസിനായി US $10 ബില്യൺ വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പണം എന്തിനുവേണ്ടി ഉപയോഗിക്കുമെന്നത് വ്യക്തമാക്കിയില്ല. അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ ജാസ്പർ ജെഫേഴ്സ് മൊറോക്കോ, കസാക്കിസ്ഥാൻ, കൊസോവോ, അൽബേനിയ എന്നിവ ഗാസയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ അയക്കാനും വാഗ്ദാനം ചെയ്തതായും ഈജിപ്തും ജോർദാനും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുമെന്നും അറിയിച്ചു. അതേസമയം ഗാസ ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ദീർഘകാലവും നീണ്ടുനിൽക്കുന്നതുമായ സമാധാനത്തിനുള്ള വഴിയൊരുക്കുന്ന എല്ലാ സംരംഭങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
ഇന്ത്യ പൂർണ്ണ അംഗമായില്ലെങ്കിലും ബോർഡുമായി സംവദിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ പ്രതിനിധി സാന്നിധ്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാനുമായുള്ള രണ്ടാംഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. യുഎസിന് സ്വീകാര്യമായ കരാറിലെത്തിച്ചേരാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് ഇറാൻ മെച്ചപ്പെട്ട കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തീർത്തും ഒരു അനാസ്ഥയുടെ ഒരു മേഖലയായി മാറി എന്നുള്ളതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഹാഷിദയെയും നഴ്സ് PS ധന്യയും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തൽക്കാലം മുഖം രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. ശസ്ത്രക്രിയയിലെ വീഴ്ച കാരണം പുന്നപ്ര സ്വദേശിയായ ഉഷ 5 വർഷമാണ് വേദന സഹിച്ചത്. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, ഒരു ഡോക്ടറെയും ഒരു നഴ്സിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആദ്യ നടപടി സ്വീകരിക്കുകയാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണമൊക്കെ ഉണ്ട് എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ. അഖില, 5 വർഷമാണ് ഈ വേദന കൊണ്ടുള്ള ദുരിതം ഈ ഉഷ സഹിച്ചത്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഇത്തരത്തെ ശസ്ത്രക്രിയ ഉപകരണം ഈ ഉഷയുടെ ശരീരത്തിനകത്ത് പെടുന്നത്. അഖില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ പിഴവുകൾ നമ്മളിലേക്ക് എത്തിയിരുന്നു. അതിലെല്ലാം കർശനമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ട് ഈ രോഗികളും രോഗികളുടെ ബന്ധുക്കളും ഒക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ ഉഷയുടെ ഈ ഒരു ദുരിതത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഒടുവിൽ നടപടി എടുത്തിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറായ ജെ ഷാഹിദ, നഴ്സായ PS ധന്യ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ ഉഷയെ നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ആരോഗ്യ മേഖലയെ പ്രത്യേകിച്ചും ഈ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് വിശ്വസിച്ചാണ് ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് പോകുക എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ ചികിത്സാ പിഴവുകൾ കൊണ്ട് ഉണ്ടാകുന്നത്. അഖില, ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടറെയും നഴ്സിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് തൽക്കാലം ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരിക്കുകയാണ്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനാസ്ഥ കത്രികയായും ഗൈഡ് വയറും പഞ്ഞിക്കെട്ടും ഒക്കെയായി സാധാരണക്കാരുടെ ശരീരത്തിൽ തീരാത്ത വേദനയായി കിടക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും സർക്കാരിന് നിസ്സംഗത മാത്രമാണുള്ളത്. വൈറ്റൽ മെഡിക്കൽ ഉപകരണം കുടുങ്ങിയ ഉഷ ജോസഫിന്റെ കഥയാണ് ഏറ്റവും ഒടുവിലെത്തത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ 5 വർഷം മുമ്പ് കുടുങ്ങിയ കത്രിക നീക്കാനുള്ള ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിൽ നാളെ നടക്കുകയാണ്. മെഡിക്കൽ ബോർഡ് ശസ്ത്രക്രിയ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കും. ഇന്ന് പുലർച്ചെയാണ് ഉഷ ജോസഫിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. ഉഷയുടെ CT സ്കാൻ പരിശോധന പൂർത്തിയായി. അമൃത ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാർ ചേർന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നാണ് ശസ്ത്രക്രിയാ നടപടികൾ തീരുമാനിക്കുന്നത്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ഉഷയുടെ മകൻ പ്രതികരിച്ചു. ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഇവര് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ പോലീസിലും ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുക്കും. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ കൊച്ചി അമൃത ആശുപത്രിയിലെത്തി ഉഷയെ കണ്ടു. സിസ്റ്റം നേരെയാകണമെങ്കിൽ വീണ ജോർജ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല, ഡോക്ടറെ ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. ഏതായാലും അമൃത ഹോസ്പിറ്റലിൽ വന്നതോടുകൂടി അവർക്കൊരു ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. എല്ലാ ഡോക്ടേഴ്സും കാര്യമായി പരിശോധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരുണ്യത്തോടെ ഇതിനെ കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണ്. നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പല ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, മരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ആരോഗ്യമേഖലയിൽ നിന്ന് ഇത്തരം വാർത്തകൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്രയും വേഗം രാജിവെക്കണമെന്ന് ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പിന്റെ പിഴവുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ രാജിവെക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. PR വർക്ക് നടത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമെന്ന് പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ബോർഡുകളുണ്ടല്ലോ, ബോർഡുകളൊക്കെ അടിച്ച് താഴെ വെക്കണം. നിലവിൽ ഉഷയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചു. നാളെ ശസ്ത്രക്രിയ നടത്താനാണ് ആലോചന. അമൃത ന്യൂസ്, കൊച്ചി. വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവങ്ങൾക്ക് കാരണം സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ മുൻ യൂണിറ്റ് ചീഫായ ഡോക്ടർ ലളിതാംബിക പറയുന്നത്. ഉഷയ്ക്ക് മുമ്പും ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട് എന്നും ഉപകരണം കുടുങ്ങിയത് അവിടെ വെച്ചാണോ എന്ന് സംശയിക്കാമല്ലോ എന്നുകൂടി പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഡോക്ടർ. മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്, നമുക്കത്രയല്ല. മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾ കൂടുതൽ ശക്തമാക്കുന്നതാണ് ഇന്ന് കണ്ടത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. സൂപ്രണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് ഇരച്ചുകയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീട്ടമ്മ നേരിട്ട ചികിത്സാ പിഴവിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയിൽ അലയടിച്ചത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി 5 വർഷം മുൻപ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയതോടെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധ മാർച്ചുകൾ ആശുപത്രി കവാടത്തിന് മുൻവശം പോലീസ് തടഞ്ഞപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആശുപത്രി അധികൃതർ നടത്തിയ വാർത്താ സമ്മേളന ഹാളിലേക്ക് നാടകീയമായി എത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ നേതൃത്വത്തിൽ എത്തിയ മൂവർ സംഘം മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ പത്രസമ്മേളനവും തടസ്സപ്പെടുത്തി. കൂടുതൽ പോലീസ് സംഘമെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതേസമയം പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്മാറാതെ നേതാക്കൾ സൂപ്രണ്ടിന്റെ ഓഫീസിന് സമീപമുള്ള പടിയിൽ കുത്തിയിരുന്നതോടെ സമരം കൂടുതൽ സംഘർഷഭരിതമായി. ഇതിനിടെ കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ പോലീസും സമരക്കാരുമായി കയ്യാങ്കളിയായി. മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിയെങ്കിലും വനിതാ പ്രവർത്തകർ പോലീസ് ജീപ്പിന് മുൻവശം പ്രതിഷേധവുമായി തുടർന്നതോടെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി. പിന്നീട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം യൂത്ത് കോൺഗ്രസ്, BJP നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ പോലീസ് പ്രവേശന കവാടത്തിന് മുന്നിൽ തടഞ്ഞിരുന്നു. ഇതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇവർ മടങ്ങിപ്പോവുകയായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. അതേസമയം ഉഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹർഷീന രംഗത്തെത്തി. സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയ തനിക്ക് ഉഷ ജോസഫിന്റെ വേദന മനസ്സിലാകും എന്നാണ് ഹർഷീന പറഞ്ഞത്. അതേസമയം തന്നെ ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലത്തെ വേണുവിന്റെ ഭാര്യയും മറ്റ് കുടുംബാംഗങ്ങളും ആരോഗ്യവകുപ്പിനെതിരെ രംഗത്തുമെത്തിയിട്ടുണ്ട്. ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ ജീവനോടെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടേഴ്സാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് അവിടെ പറയുന്നത്, ചിരിച്ച് ആസ്വദിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദന, ഇത് അനുഭവിച്ച നമുക്കുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാം, കാരണം ഇതിനെതിരെ ഒരു നടപടി ഇനി വരൂല എന്നുള്ള ഒരു ഉറപ്പാണ് അവർക്ക്. അതായത് വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണസമയം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എല്ലാ കോപ്പികളും ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ഒരു വശത്ത് ഇങ്ങനെ തുടരുകയാണ്. സർക്കാർ ഡയസ്നോണൊക്കെ നിർബന്ധമാക്കിയെങ്കിലും പ്രതിഷേധം ശക്തമാക്കാനാണ് KGMCTയുടെ തീരുമാനം. OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി 26 മുതൽ അനിശ്ചിതകാലത്തേക്ക് എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഡോക്ടർമാരുടെ സംഘടന. KGMCTയുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചകളിൽ ഒന്നും തന്നെ സമവായം ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ കടന്നത്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോണും നിർബന്ധമാക്കി.
ചിലരെങ്കിലും ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം പണിമുടക്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെ അത്തരക്കാരുടെ പേരുവിവരങ്ങൾ കൃത്യമായി കൈമാറണമെന്നാണ് ജില്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അഡീഷണൽ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. അതേസമയം OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ നൽകിയില്ല. DMA ആവശ്യപ്പെട്ട കണക്ക് നൽകാൻ വകുപ്പ് മേധാവിമാർ തയ്യാറായില്ല. എന്നാൽ PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരുമായി നടത്തിയ നിർണായക ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ PG ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചത്. ഡോക്ടർമാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നാളെ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. 7 വർഷമായി ശമ്പള വർധനയില്ല എന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 3 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിയമം അട്ടിമറിച്ചുവെന്ന് ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ചൂണ്ടിക്കാട്ടി. ഇന്ന് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിജാഗ്രതയോടെ സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് കരുതുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് പലയിടത്തും സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സർക്കുലർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ DMO സ്ഥാപന മേധാവികൾക്ക് അയച്ച ഒരു സർക്കുലറാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സമാന സർക്കുലർ മറ്റിടങ്ങളിലും അയക്കാനുള്ള ഒരു നീക്കം ഉണ്ട് എന്നാണ് കരുതുന്നത്. ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ വീഴ്ചകൾ തുടർക്കഥയാകുമ്പോൾ ഇത്തരത്തിൽ സർക്കുലറൊക്കെ ഇറക്കി സ്വയം രക്ഷപ്പെടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് കരുതേണ്ടത്. ദേവിക ചന്ദ്രൻ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ആരോഗ്യ പ്രവർത്തകർക്ക് കരുതൽ കുറവാണ് എന്ന് കരുതിയിട്ടാണോ കൂടുതൽ കരുതൽ വേണം, അതായത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്, ജാഗ്രതയോടെ പോകണം എന്ന് സർക്കാർ പറയുന്നത്? തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണോ ആരോഗ്യ മേഖല എന്ന സംശയമാണ് നമുക്കുള്ളിൽ ഉയരുന്നത്. അഖില, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ ശസ്ത്രക്രിയക്കിടെ ശരീരത്തിനുള്ളിൽ കത്രിക കുടുങ്ങിയ ഉഷയുടെ വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ശരീരത്തിനുള്ളിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ ഹർഷിനയുടെ ഉദാഹരണമൊക്കെ നമുക്കുള്ളിലുണ്ട്. ഇത്തരത്തിലുള്ള അനേകം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരന്തരമായി സംഭവിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വലിയ വീഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ DMO ഈ ആശുപത്രി മേധാവികൾക്ക് ഇത്തരത്തിലൊരു സർക്കുലർ നൽകുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഈ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നതാണ് ഈ സർക്കുലറിലെ ഉള്ളടക്കം. ഈ ഒരു സർക്കുലർ പുറത്തു വന്നത് വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു പൊതു ആരോഗ്യ മേഖലയെ കൂടുതലായി ആശ്രയിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. എന്നാൽ ആ ഒരു ബോധം സർക്കാരിന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ ഉണ്ടാകുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. നമുക്ക് ഈ തെരുവിൽ ഈ ഡോക്ടർമാർ ഈ സമരം തുടരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർ തന്നെ ഈ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഇടത് സർക്കാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്നത് വലിയ വീഴ്ച തന്നെയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ ആരോഗ്യ മേഖല നേരിടുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കൃത്യമായി ഈ ആരോഗ്യ രംഗത്തുണ്ടായ വീഴ്ചയെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ സമാനമായിട്ടുള്ള അനേകം പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഈ സാംസ്കാരിക കേരളം ഒന്നാകെ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കൃത്യമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അഖില, ശരി, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മതിയോ ഇത്തരത്തിലുള്ള ഒരു കരുതൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഒരു തരത്തിലും ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവാതെ ജാഗ്രതയോടെ നിങ്ങൾ മുന്നോട്ട് പോകണമേ എന്ന് ഡോക്ടർമാരോടും മറ്റ് ജീവനക്കാരോടുമൊക്കെ ആവശ്യപ്പെടേണ്ട ഒരു സർക്കാരിന്റെ ഗതികേട് കൂടിയാണ് ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് തന്ത്രി കണ്ഠരര് രാജീവർ ഉയർത്തുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തെ താൻ എതിർത്തതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് തന്നോട് പകയുണ്ടായിരുന്നുവെന്നും സ്വർണ്ണ കവർച്ചാ കേസിൽ അതുകൊണ്ട് തന്നെ കുടുക്കിയതാണോ എന്നാണ് തന്ത്രി പറയുന്നത്. അതേസമയം കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ജാമ്യം ലഭിച്ചു. സ്വാഭാവിക ജാമ്യമാണ്. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല. A. പത്മകുമാർ കഴിഞ്ഞ നവംബർ 20-നാണ് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും ഡിസംബർ 3-ന് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായി. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാർ ജയിൽ മോചിതനാകില്ല. അടുത്ത ആഴ്ചയോടെ ദ്വാരപാലക ശില്പക്കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയാകും.
തുടർന്ന് സ്വാഭാവിക ജാമ്യ ഹർജി നൽകി പത്മകുമാറും പുറത്തിറങ്ങും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുന്നംഗങ്ങളുടെ അടക്കം മൊഴിയുണ്ട്. മിനിറ്റ്സിൽ ഒപ്പുവച്ചത് ഉൾപ്പെടെ എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി. അതേസമയം സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യമാണ് തന്നെ പ്രതിയാക്കിയതിന് പിന്നിലെന്ന് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് യുവതീ പ്രവേശനത്തെ എതിർത്തതുമൂലം തനിക്കെതിരെ സർക്കാരിന്റെ ശത്രുതയുണ്ടായിരുന്നതായി തന്ത്രി പറയുന്നത്. ഇത് അറസ്റ്റിലേക്ക് നയിക്കാനുള്ള കാരണമായി എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രഥമ ദൃഷ്ട്യാ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ തെളിവുകൾ ഇല്ലെന്ന വിലയിരുത്തലിൽ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യഹർജി 23-ന് വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. തെളിവില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണത്തെപ്പറ്റി അന്വേഷണത്തിന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം സുപ്രീംകോടതി നൽകി. SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിൽ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ ജയശ്രീ കോടതിയിൽ പുതിയ സത്യവാങ്മൂലവും ഫയൽ ചെയ്തു. എല്ലായിടത്തും സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന കാലമാണ്. അതുതന്നെയാണ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനും ഉണ്ടായത്. ഹൈക്കോടതി അത് തടയുകയും ആണ് ചെയ്തത്. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി നടപടി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള പിൻവാതിൽ സ്ഥിര നിയമനത്തിനാണ് കനത്ത തിരിച്ചടിയുണ്ടായത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ധാർഷ്ട്യത്തിനാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി പ്രീതി പിടിച്ചു കയറ്റുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. മുൻപ് പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 10 വർഷം ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം സുപ്രീം കോടതി തടഞ്ഞിരുന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താവൂ എന്ന് അതിനുശേഷം ഹൈക്കോടതിയുടെയും ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവെല്ലാം മറികടന്നാണ് ചീഫ് സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയത്. 23ഓളം വകുപ്പുകളിലും സർക്കാരിന്റെ കീഴിലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നീക്കം. ഇത് കോടതിയെ ലക്ഷ്യ നടപടികൾ വിളിച്ചു വരുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കോടതിയെ ലക്ഷ്യമുണ്ടെന്ന് ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചത്. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെതിരെ സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം വിമർശനം മുതിർത്തിരുന്നു. നിലവിൽ ഹൈക്കോടതി ഉത്തരവും നിർദ്ദേശങ്ങളും നിലനിൽക്കുമ്പോഴാണ് അത് മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഇതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് പാർട്ടികളെല്ലാം. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകില്ല എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. മറ്റു മുന്നണികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മതിയെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു 30ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളിലൊക്കെ ഏകദേശം ധാരണയായതായിരുന്നു. പക്ഷേ അത് വേണ്ട എന്നുള്ളൊരു ഉടനെ പ്രഖ്യാപിക്കേണ്ട. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇത്തരമൊരു നിർദ്ദേശം കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ അത് വിഭാഗീയതയ്ക്ക് വഴിവെക്കും എന്നാണ് കേന്ദ്രത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. ഇതിന്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും കിരൺകുമാർ നൽകും. കിരൺ, ഒരു മുഴ മുമ്പേ എറിയാനായിരുന്നു BJP നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ചില വിഭാഗീയതകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണല്ലോ വരുന്നത്. അഖില, കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ സമയത്ത് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുള്ള BJPയുടെ ആദ്യഘട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചതാണ്. A ക്ലാസ് മണ്ഡലങ്ങളടക്കം 30 പേരുടെ ഒരു പട്ടികയായിരുന്നു BJP ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഈ പട്ടിക സമർപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇതിലൊരു തീരുമാനം വേണമെന്നും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നടത്തണം എന്നുള്ളൊരു ആവശ്യവുമായിരുന്നു
സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ഉന്നയിച്ചിരുന്നത്. മറ്റ് മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ തന്നെ മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളൊരു കാര്യമാണ് BJP സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഉടനെ ഇത്തരത്തിലൊരു നടപടി വേണ്ട എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. അതായത് പെട്ടെന്ന് തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ അത് തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ A ക്ലാസ് മണ്ഡലങ്ങളാണ്. അത് BJPക്ക് വളരെയധികം വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് ഒന്നിലധികം നേതാക്കൾക്ക് നോട്ടമുള്ളതാണ്. ഇതിനോടകം തന്നെ 3ഓളം നേതാക്കൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിലും ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിഗണനയിലുള്ള നേതാവിൻ്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഒരു എതിർ പ്രവർത്തികൾക്ക് വിമത നീക്കങ്ങൾക്ക് വേണ്ടി കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ തന്നെ കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു വിഭാഗീയതയുടെ സാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ചുകൂടി കഴിഞ്ഞു മതി എന്നുള്ളൊരു തീരുമാനമാണ് BJPക്കുള്ളത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് വികസന മുന്നേറ്റ ജാഥയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലേക്കാണ് ഈ മേഖലാ ജാഥകൾ പാളിപ്പോയി എന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. ജാഥകളുടെ നടത്തിപ്പിനെതിരെയും പങ്കാളിത്ത കുറവിനെതിരെയുമാണ് രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത വേദികളിൽ പോലും കസേരകൾ ഒഴിഞ്ഞുകിടന്നുവെന്നും ബിനോയ് വിശ്വം നയിച്ച ജാഥയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നും സംസ്ഥാന തലത്തിൽ ഒറ്റ ജാഥ നടത്തിയാൽ മതിയായിരുന്നുവെന്നുമാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്നത്. അതേസമയം തൃശൂർ പൂരം കലക്കലിലെ റിപ്പോർട്ടിനെതിരെ VS സുനിൽകുമാറിന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ എക്സിക്യൂട്ടീവിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. യാത്രയുടെ ഇന്നത്തെ പര്യടനം വൈകിട്ട് മെറൈൻ ഡ്രൈവിലാണ് അവസാനിച്ചത്. നാളെ രാവിലെ BTHൽ വിവിധ വ്യക്തികൾ, സംഘടനാ പ്രതിനിധികൾ, സമരസമിതി നേതാക്കൾ എന്നിവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും. വഖഫ് ഭൂമി തർക്കമുണ്ടായ മുനമ്പത്തെ ജനങ്ങളുടെ പ്രതിനിധികളുമായും കടൽക്ഷോഭ ദുരിതം അനുഭവിക്കുന്ന ചെല്ലാനത്തെ സമരസമിതി പ്രവർത്തകരുമായും കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തുന്നുണ്ട്. പുതുയുഗ യാത്രയുടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രമായ എറണാകുളത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആവേശം പകരുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി LDF ജയിക്കുന്ന വൈപ്പിനിലും UDFന് നഷ്ടമായ കുന്നത്തുനാടും ഇത്തവണ തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. 2,69,53,644 പൗരന്മാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒട്ടേറെ രാഷ്ട്രീയ നിയമയുദ്ധങ്ങൾക്ക് വഴിവെച്ച കേരളത്തിലെ SIRന്റെ അന്തിമ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. നിലവിൽ 1,31,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീകളും അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2,23,558 പേർ പ്രവാസി വോട്ടർമാരാണ്. 54,110 സർവീസ് വോട്ടർമാരുമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബറിലാണ് ആരംഭിച്ചത്. ഡിസംബർ 23 മുതൽ ജനുവരി 30 വരെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച അവകാശവാദങ്ങളും എതിർപ്പുകളും വ്യക്തമാക്കാനുള്ള കാലയളവായിരുന്നു. ഡിസംബർ 23 മുതൽ ഫെബ്രുവരി 14 വരെ പല ഘട്ടങ്ങളിലായി ഹിയറിംഗും പരിശോധനകളും നടന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് നാളെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക. പേര് ചേർക്കാനും തിരുത്താനുമായി ലഭിച്ച അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തും. ജനുവരി 30 ശേഷം ലഭിച്ച അപേക്ഷകൾ അന്തിമ പട്ടിക പുറത്തിറങ്ങിയ ശേഷമേ പരിഗണിക്കുകയുള്ളൂ. അർഹരെ അനുബന്ധ പട്ടികയിൽ ചേർക്കുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.